ഹായ് സുഹൃത്തുക്കളെ, ഞാൻ അന്ന് ഓസ് വലിച്ച വാഴയ്ക്ക് ഡാമേജ് വരും, വാഴ ഇളകും എന്നൊക്കെ പറഞ്ഞിട്ട് ഓസ് വലിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഒരു ചാലുണ്ടാക്കിയതായിരുന്നു. അങ്ങനെ വലിയ ആഴത്തിലൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇത് വയലല്ല പറമ്പാണ്. അതുകൊണ്ട് മണ്ണ് കുറച്ച് ഉറപ്പുള്ളതാണ്. അപ്പോൾ തൂമ്പ വെച്ച് കൈവിൻ്റെ പരമാവധി രീതിയിൽ ചെറിയൊരു ചാലാക്കി ഇത്ര മതി. ഇത് എല്ലാ വാഴയുടെ അടുത്തേക്കും നമ്മൾ വെള്ളം എത്താത്ത സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു കുഴിയാക്കി അതിൽ സ്റ്റോറേജ് ചെയ്ത് അതിൽ നിന്ന് ബക്കറ്റ് എടുത്തിട്ട് കൂടുതലൊന്നുമില്ല, ഒരു 10 എണ്ണം അങ്ങനെ നനയ്ക്കണം. അപ്പം ഒരു സെക്ഷൻ റെഡിയായി. അത് കാണിക്കാൻ കാരണം ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഓസ് വലിച്ചാലുള്ള കംപ്ലൈൻറ്റ്. ഒരു സെക്ഷൻ റെഡിയായി. ആ സെക്ഷനിലേക്ക് ചാലാക്കിയിട്ടില്ല. അപ്പോൾ അതിന് പൈപ്പ് എടുത്തിട്ടപ്പം തന്നെ ഇതാ ഡാമേജ് കണ്ടോ, എന്ത് നല്ലതായിരുന്നു, പൊട്ടിപ്പോയി. അപ്പോൾ ഒരു കർഷകനായപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വിഷമം മനസ്സിലാവുന്നത്. നമ്മളൊന്നും ഒരു കൃഷിയെ നമ്മൾ മാനിക്കാറുണ്ട്, എന്നാലും ചില ആൾക്കാർ ഇത്രയൊന്നും കാര്യമാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു കർഷകൻ്റെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നശിപ്പിക്കുമ്പോൾ മുകളിലും തായും എല്ലാം ചിന്തിക്കണം, എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാനിപ്പോൾ ആ വാഴത്തുമ്പ് പൊട്ടിയപ്പോൾ തന്നെ എനിക്ക് സങ്കടമായി. അപ്പോൾ അതുപോലെ നമ്മൾ ആരും ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. കാരണം ഇത് ഈ ഭാഗത്തിലേക്ക് വെള്ളമെത്തിക്കാൻ ഒരു ചെറിയൊരു ചാലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഏകദേശം ഒരു 150 വാഴയിൽ ഒരു 75 വാഴയ്ക്ക് ഓൾറെഡി സെറ്റായി. ഇനി നമുക്ക് ചെയ്യാനുള്ള ഭാഗമാണിത്. മൊത്തം കാട ശരിയാക്കിയെടുക്കണം. അപ്പം അടുത്തൊരു വീഡിയോ കാണാം.